Hi, I welcome you all to another special episode of Rhythm of Life by Leah Simpson. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സമ്മർ മെനു ആണ്. അതായത് സമ്മർ ആകുമ്പോൾ എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് എന്ത് ഫുഡ് കഴിക്കണം. പലപ്പോഴും നമുക്ക് വിശപ്പില്ല, പിന്നെ എന്താ പറയുക, കാർബ്സ് കണ്ടമാനം കഴിച്ച് കഴിയുമ്പോൾ സ്റ്റൊമക്കിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും, മാസ്റ്റിക് പ്രോബ്ലംസ് വരും. അപ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നോക്കിയിട്ടുള്ള കാർബ്സ് കുറച്ചുകൊണ്ട്, കാർബ്സ് കംപ്ലീറ്റ്ലി കട്ടാന്ന് ഞാൻ പറയുന്നില്ല, കാർബ്സ് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മാക്സിമം ആഡ് ചെയ്തിട്ടുള്ള ഒരു 1 day ഫുൾ മെനു. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും നല്ല പ്രോട്ടീൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എഗ്സ് ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എഗ്ഗിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കിയാൽ മതി. ഒരു ബുൾസയോ അല്ലെങ്കിൽ എന്താ പറയുക ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് ആർഭാടാക്കി കുറച്ച് ഭംഗിയുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് യോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഓംലെറ്റാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കണേ. ഇതിലേക്ക് ഞാൻ കുറച്ച് സോൾട്ട് വാട്ടർ ചേർക്കുകയാണ്. പിന്നെ അതിനകത്തോട്ട് ഞാൻ വീണ്ടും കാണാൻ ഭംഗിക്ക് കുറച്ച് ലെറ്റൂസ്, ഞാൻ റെഡ് ലെറ്റൂസ് ആണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. റെഡ് ലെറ്റൂസിൻ്റെ ലീഫ് എടുക്കണം. ഓക്കെ, ഇത് നമ്മൾ നന്നായിട്ട് വിസ്ക് ചെയ്യാം. ഒരു ഗ്യാസ് കത്തിച്ചിട്ട് പാൻ വയ്ക്കാം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ബട്ടറിലും കുക്ക് ചെയ്യാം, കോക്കനട്ട് ഓയിലും കുക്ക് ചെയ്യാം. പക്ഷെ എനിക്ക് കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ബട്ടറിൽ കുക്ക് ചെയ്യാം. ഓക്കെ, പാൻ നന്നായിട്ട് ചൂടായുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മതിയെ, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിൻ്റെ ഒരു കലാപരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കും. കുറച്ച് ചടങ്ങാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ ബാക്കി സ്ഥലത്തുണ്ടല്ലോ നമ്മൾ ഇതൊഴിക്കും. ഏതൊഴിച്ചാൽ നമ്മുടെ എഗ് യോക്ക്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് റോൾ ചെയ്തെടുക്കും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മുട്ട എത്ര കഷ്ടപ്പെട്ട് കഴിക്കേണ്ട ആവശ്യം എന്താ, വെറുതെ അങ്ങ് തിന്നാൻ പറയുന്നു. പക്ഷേ I will show you some surprise. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിലേക്ക് ഇങ്ങനെ മാറ്റി. ഇനിയുണ്ടല്ലോ നമ്മളിതിനെ റോളായിട്ട് കട്ട് ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ സർപ്രൈസ് കാണാൻ പറ്റുക. നമ്മൾ എന്നും കഴിക്കുന്ന ബോറിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഡിഫറൻസ്
കാണുമ്പോൾ നമ്മൾ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നില്ലേ? ഞാൻ ചെയ്തതിന് സൗന്ദര്യം ഇത്തിരി കുറവുണ്ട്, പക്ഷെ എന്നാലും ലുക്ക് ആയിട്ടില്ല. ചില്ലി ഫ്ലേക്സ് and some pepper. അപ്പോൾ നമ്മളുടെ രാവിലത്തെ ഹെൽത്തി ആയിട്ടുള്ള സമ്മർ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ചൂടല്ലേ കുഞ്ഞു? ഹൗസ് ഇറ്റ്? കണ്ട, അവന് ഇഷ്ടപ്പെട്ട്. അപ്പം നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ്. കണ്ട, കാണാനൊരു പ്രത്യേക വെറൈറ്റി ലുക്കൊക്കെ ഇല്ലേ? അപ്പോൾ 8 o'clock ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 11 o'clock ആകുമ്പോൾ നമ്മളൊരു ഹെൽത്തി ജ്യൂസ് കുടിക്കണം. അപ്പോൾ ആ ജ്യൂസിന്റെ റെസിപ്പിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് കുക്കുംബർ, ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ളത് സമ്മറിൽ നമ്മൾ കുടിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്ന ഒരു ലൈമാണ്, പിന്നെ ഒരു പീസ് ജിഞ്ചർ. ഇത് അപ്പോൾ ഈ ഡ്രിങ്ക് ആസിഡിറ്റിക്കും ഭയങ്കര നല്ലതാണ്. നിങ്ങൾക്ക് വയറിന് ഭയങ്കര കൂളിംഗ് എഫക്റ്റും കിട്ടും. നിങ്ങൾക്ക് ഐസ് ഇട്ട് കുടിക്കണമെങ്കിൽ ഐസ് ഇട്ട് കുടിക്കാം, പക്ഷെ സമ്മറിൽ ഐസ് ഞാൻ പ്രിഫർ ചെയ്യില്ല. നിങ്ങൾ അല്ലാതെ കുടിക്കുന്നത് തന്നെയാണ് നല്ലത്. യു ക്യാൻ ഐദർ ആഡ് സോൾട്ട് ഓർ ഹണി ടു ദിസ്, ആൻഡ് ഐ പ്രിഫർ സോൾട്ട്. എനിക്ക് സോൾട്ടാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഹണി മധുരമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നമ്മളുടെ ജ്യൂസ് റെഡി. ഞാൻ വെറുതെ കുറച്ച് ഭംഗിക്ക് ആർഭാടത്തിനായിട്ട് ഒരു ലൈമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കുടിക്കാം. ഇത് ഇവിടെ വെച്ചിട്ട് കുടിക്കാം. അയ്യോ, ലൈമ് താഴെ ഉള്ളത്. സീരിയസ്ലി ട്രസ്റ്റ് മീ ഗൈസ്, ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഉപ്പിട്ടിട്ടുള്ള ടേസ്റ്റാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ഇടാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലഞ്ചിലോട്ട് കിടക്കാം. റെഡിയായി. ലഞ്ചിന് നമുക്ക് നല്ല ചോറ്, പിന്നെ മാങ്ങ ചമ്മന്തി, ഇത് ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും തേങ്ങ അരച്ച കറി, അമരക്കായ തോരൻ ആൻഡ് ഫിഷ് ഫ്രൈ. അപ്പം നമ്മൾ ഈ ലഞ്ച് കഴിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ചോറ്, കാർബ്സ് നമ്മൾ എടുക്കുന്നത് വളരെ കുറവാണ്. മാക്സിമം പോയാൽ 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ. ഓക്കെ, നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇതുകൊണ്ട് വയറ് നിറയുമെന്ന്. പക്ഷെ വയറ് നിറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് പകരം നമ്മൾ ഈ വെജിറ്റബിൾ അമരക്കായ നമ്മളൊരു 3 സ്പൂൺ എടുക്കുക. അതിൽ ഫൈബർ ഉണ്ട്, എല്ലാം ഉണ്ട്. വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ വർണ്ണിക്കുന്നുണ്ടല്ലോ. ആൻഡ് ഇത് നമ്മുടെ മാങ്ങ ചമ്മന്തി, ഇതും നമുക്ക് വലിയ സ്പൂൺ തന്നെ എടുക്കാം. ആൻഡ് ഇത് ഫിഷ് ഫ്രൈ, ഇത് നമുക്കൊരു 3 പീസ് എടുക്കാം. പ്രോട്ടീനാണ്. 3-4 പീസ് എടുത്താലും കുഴപ്പമില്ല. പ്ലസ് ചാറുകറി വേണമെന്ന് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ ഇത്രയും കൂട്ടി തന്നെ നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ചാറുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ചെമ്മീനും, ട്രഡീഷണൽ ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും ഒക്കെയുള്ളൊരു ചാറുകറി. എന്നിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇച്ചിരി അമരക്കായും ഈ ചാറും കുറച്ച് മീനും എന്താ പറയുക, ഒന്നൊന്നരാണ്. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനും പിന്നെ എന്താ പറയുക ഫൈബറും കാർബ്സും എല്ലാം കൂടെ ഫില്ലായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു സമ്മർ ഡയറ്റാണ്. ചോറ് തന്നെയാണ് ഞാൻ സമ്മറിൽ ലഞ്ചിന് പ്രിഫർ ചെയ്യുക. ഈവനിങ് സ്നാക്കും ഡിന്നറും ഞാൻ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ലഞ്ച് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ
ഈവനിങ് കോഫി അതെനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. എത്ര സമ്മറാണ് എന്ത് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാലും അത് കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന വരും. അതുകൊണ്ട് കോഫി ഞാൻ മിസ് ചെയ്യില്ല. പക്ഷേ ഈ കോഫിയുടെ കൂടെ ഞാൻ എന്താ പറയുക, കൺസ സ്നാക്സോ അല്ലെങ്കിൽ ഓയിലി സ്നാക്സോ ഒക്കെ ഒഴിവാക്കിയിട്ട് സീസണൽ ഫ്രൂട്ട്സ് ആണ് എപ്പോഴും കഴിക്കാറ്. ഇപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്നതാണ് മാങ്ങ, വാട്ടർമെലൺ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പിള്ളേർക്കും അത് വാട്ടർമെലൺ ആണ് ഇന്ന് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ പോകും. So seasonal fruits are ready for my kids as evening snacks. Take one. Angel, take the mango. Angel. ഡിന്നറിന് നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോൺലെസ് പീസ് ആയിട്ടുള്ള ചിക്കൻ നമ്മൾ ഒലിവ് ഓയിലിൽ സോട്ട് ചെയ്തെടുക്കുക, ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഓക്കെ, കുറച്ച് മതിയിട്ട് ഒലിവ് ഓയിൽ, കുറച്ച് ഒലിവ് ഓയിൽ വെച്ചു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ അതിലേക്ക് ഇടുക. അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് പെപ്പർ, പിന്നെ ഇത്തിരി ഉപ്പ്, ഇത്ര മതി. എന്നിട്ട് നമ്മളിതിനൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ചിക്കനോടെ കുക്കായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത്രയും ക്യാഷ് എടുക്കുന്നുണ്ട്. പിന്നെ ഹോം മെയ്ഡ് മയണൈസിന് ഞാൻ ചെയ്യുന്നത് പനീറാണ് കേട്ടോ. പനീർ കട്ട് ഇൻടു ക്യൂബ്സ്. ഓക്കെ, പിന്നെ ഒരു ഹാഫ് ലൈം, ഒരു 4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് പെപ്പർ. ഡണ്ടി, നമ്മളുടെ ഹോം മെയ്ഡ് മയണൈസ് റെഡി വിത്ത് പനീർ. These are the vegetables we need for the salad. This is lettuce, this is corn, this is cucumber, this is cherry tomato, kanangrasanoki kunni tomato, carrot, lemon and capsicum. So Wowji is cutting the vegetables for the salad. See his cutting style. He's very professional. Now he's cutting the spring onion. ഭയങ്കര അടിപൊളി സ്റ്റൈലിലാണ് വാച്ച് കട്ട് ചെയ്യുന്നത്. cucumber,
എന്താണെന്നറിയില്ല, വാവച്ചിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. തട്ടിപ്പറിച്ച അമ്മ ഞാൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്ന് കട്ട് ചെയ്യുന്നത്. ഐപാഡ് കിട്ടാനുള്ള നമ്പറാണോ എന്നറിയില്ല. ആ കളച്ചിരി ഉണ്ടില്ലേ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കോണ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ലെറ്റൂസ്, കുക്കുംബർ, പിന്നെ ടൊമാറ്റോ, സ്പ്രിംഗ് ഓണിയൻ എല്ലാം ഇട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇടുക. നമുക്ക് സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കാം. അപ്പം അതിന് ഫസ്റ്റ് ഞാൻ ഒഴിക്കുന്നത് വൈറ്റ് വിനെഗർ, പിന്നെ ലൈം ജ്യൂസ്, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മയോണൈസ്, അതിനകത്തോട്ടേക്ക് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പിന്നെ കുറച്ച് കക്കരിക്ക പൗഡർ, അല്ല സോറി പെരി പെരി പൗഡർ, കട്ട പിടിച്ചത്, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ നമ്മൾ നന്നായി മിക്സ് ചെയ്യും. നമുക്ക് ജസ്റ്റ് ഷോർ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ സാലഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ. വാവച്ചി ടോൾഡ് ഹി ഓൾസോ വാണ്ട്സ് ടു ടേസ്റ്റ്. ചിക്കൻ മാത്രം പറക്കിയെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന്. ഇഷ്ടമായോ? ഹാവ് എ ലോട്ട് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് സീസണൽ ഫ്രൂട്ട്സ്. ഈ സമ്മറിൽ നമുക്ക് കിട്ടുന്ന ചക്ക, മാങ്ങ, വാട്ടർമെലൺ അങ്ങനത്തെ എല്ലാ ഫ്രൂട്ട്സും മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അപ്പം നിങ്ങൾക്ക് സമ്മറിൽ യു വിൽ ഫീൽ എന്താ പറയുക, റിഫ്രഷ്ഡ്, ബെറ്റർ ഫീൽ ചെയ്യും. സ്റ്റൊമക്കിനാണെങ്കിലും ബെറ്റർ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് കുറച്ച് ചൂട് കുറവ് തോന്നും. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ സ്പെസിഫൈ ചെയ്തിട്ടുള്ള രീതിയിലുള്ള മെനു ഫോളോ ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടിപൊളി എപ്പിസോഡായിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ ലയ. ബൈ.